സർ, നമ്മളിപ്പോൾ DBFSന്റെ നമുക്കൊരു പോർട്ട്ഫോളിയോ ലിസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട, അതായത് പ്രയോറിറ്റി ആയിട്ട് വെയിറ്റേജ് നൽകിയിരിക്കുന്നതെല്ലാം തന്നെ ഈ ഒരു FMCG സെക്ടറിലുള്ള കമ്പനിയാണ്. ഇപ്പം നെസ്ലെ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അതിനോടൊപ്പം തന്നെ ഗോദ്രേജ് കൺസ്യൂമർ, ഇങ്ങനെയാണ്. സോ FMCG സെക്ടറിലൊരു എക്സ്ട്രീം ആയിട്ടുള്ളൊരു ബുള്ളിഷ് മൂവ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ടോ? FMCG സെക്ടർ എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യയിലെ ഒരു എന്താ പറയുക, ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് ഗ്രോ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഇതിനു മുമ്പ് പാനലിസ്റ്റുകൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ കൺസ്യൂമേഴ്സ് ആ മൂവ്മെന്റിന്റെ അകത്ത് ബിഗസ്റ്റ് ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് FMCG തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. FMCG സെക്ടറിനകത്ത് കുറച്ച് കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ, ഈ താരിഫ് ഒക്കെ വന്നതോടുകൂടി ഗ്ലോബൽ ട്രേഡിൽ ചില ഇംബാലൻസുകളൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായി സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും കമ്പനികൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ജനറലി സ്പീക്കിംഗ് നല്ല ബ്രാൻഡുള്ള ലാർജ് കൺസ്യൂമർ പ്രൊഡക്റ്റുകൾക്കെല്ലാം തന്നെ നല്ലൊരു മാർക്കറ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഈ ഇൻകം ടാക്സിന്റെ സ്ലാബുകളൊക്കെ മാറ്റിയപ്പോൾ ആളുകളുടെ കയ്യിൽ കൂടുതൽ ക്യാഷ് വരുന്നു. അതോടൊപ്പം ഗവൺമെന്റിന്റെ പേ കമ്മീഷൻ അനുസരിച്ചുള്ള റിവിഷൻസ് വന്നു. ഡിയർനെസ് അലവൻസ് കൂടുതലായിട്ട് കിട്ടുന്നു. ഇതൊക്കെ കിട്ടുമ്പോൾ ആളുകളുടെ കയ്യിൽ ക്യാഷ് വരുമ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കയ്യിൽ കൂടുതൽ ക്യാഷ് വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് FMCGകൾക്കായിട്ട് സ്പെൻഡ് ചെയ്യും. പിന്നെ GST റാഷണലൈസേഷൻ വന്നതോടുകൂടി FMCG മാത്രമല്ല, മറ്റു തരത്തിലുള്ള കൺസ്യൂമർ ഡിസ്ക്രിഷണറി ഐറ്റത്തിനും നല്ല ഡിമാൻഡുകൾ, ഇപ്പൊ TV, എയർ കണ്ടീഷണേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ടൂ വീലേഴ്സ്, ഇതിനൊക്കെ ഡിമാൻഡ് കൂടുന്ന ഒരു സിനാറിയോ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് ഈ ഫെസ്റ്റിവൽ സീസണിൽ. അപ്പൊ ഇതൊക്കെ കൂടെ കൂട്ടി വെച്ച് നോക്കുമ്പോൾ പൊതുവെ ഡൊമസ്റ്റിക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട സെക്ടേഴ്സിന് ഒരു അപ്ബീറ്റ് മൂവ്മെന്റ് തന്നെയാണ്. അത് നമ്മൾ എല്ലാ കാലത്തും പോർട്ട്ഫോളിയോയിൽ ഒരു വെയിറ്റേജ് കൊടുക്കുന്ന കൂട്ടത്തിൽ വെയിറ്റേജ് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഏറ്റവും ബുള്ളിഷ് ആയിട്ടുള്ള സെക്ടർ അതാകണമെന്നൊന്നുമില്ല. നമ്മൾ ബുള്ളിഷ് ആയിട്ടുള്ള പല സെക്ടേഴ്സും ഉണ്ട്. അതിലൊന്നാണ് FMCG എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ ബുള്ളിഷ് ആയിട്ടുള്ള സെക്ടർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സർവീസസും ബാങ്കിങ്ങും തന്നെയാണ്. കാരണം ഒരു എക്കണോമിയിൽ ഒരു അപ് ട്രെൻഡ് വരികയാണെങ്കിൽ അതിന് ബെനിഫിഷ്യറി ആയിട്ട് വരാവുന്ന ബാങ്കിങ്, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾ, അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾ, അങ്ങനെയുള്ള ഫിനാൻഷ്യൽ സർവീസസുമായിട്ട് ബന്ധപ്പെട്ട വെൽത്ത് മാനേജ്മെന്റ് കമ്പനികളൊക്കെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രത്യേക തരത്തിൽ നമുക്ക് പറയാവുന്ന ഈ ഡിജിറ്റൽ എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾ, അതായത് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട, ക്വിക്ക് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾ, അപ്പൊ നമ്മൾ എറ്റേണൽ പോലെയുള്ളതോ അല്ലെങ്കിൽ നൈക്ക, ഡെലിവറി, ഇങ്ങനെയൊക്കെ ഒത്തിരി ധാരാളം കമ്പനികൾ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ കമ്പനികൾക്കൊക്കെ ഒരു വളരെ മികച്ച ഒരു അവസരമായിരിക്കും അടുത്ത വർഷങ്ങൾ എന്നുള്ള ഡിജിറ്റൽ എക്കണോമിയിൽ. ഇപ്പം ന്യൂ ജനറേഷൻ ഒക്കെ കൂടുതലായിട്ട് ഡിജിറ്റൽ എക്കണോമിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. FMCGയോടൊപ്പം തന്നെ ഈക്വലി ബെനിഫിറ്റ് വരാവുന്ന ഒരു സെക്ടറാണ് അതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.